കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിർമ്മല സീതാരാമന്റെ മനസ്സിൽ എന്തായിരിക്കും? ചിലർ പറയുന്നത് നിർമ്മല സീതാരാമന്റെ മനസ്സിൽ ഡൊണാൾഡ് ട്രംപും ചൈനയുടെ ഷീ ജിൻപിങ്ങും ആയിരുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഉപരോധ നിഴലിലാണ് ഇപ്പോൾ ചൈന എന്ന് നമുക്കറിയണം. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വെല്ലുവിളി തരുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. കാരണം ചൈന എന്ന് പറഞ്ഞാൽ ഈ ഉൽപാദനങ്ങളുടെ ഒരു ഹബ്ബാണ്, വ്യവസായങ്ങളുടെ ഒരു ഹബ്ബാണ്. ഇന്ത്യയും അതാകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി തരുന്ന ആ മേഖലയിൽ ഭീഷണി തരുന്നത് ചൈനയാണ്. രണ്ടാമത് താരിഫ് കിങ് എന്ന് ഇന്ത്യയെ വിളിച്ച ട്രംപാണ് നിർമ്മല സീതാരാമന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴ്പ്പെടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് താരിഫ് കുറയ്ക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സംവിധാനം ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്ന് പലരും ഉറ്റുനോക്കി. എന്നാൽ ഇന്ത്യ അത് മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി എന്താണ് ഈ ബഡ്ജറ്റിൽ ചൈനയെ നേരിടാൻ ഇന്ത്യ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം വന്നു എങ്കിലും അത് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഈ ബഡ്ജറ്റ് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അതിൽ ഒരു വെല്ലുവിളി വളരെ പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് എന്താണെന്ന് ഞാൻ പറയാം. ചൈനയോട് പോരാടാൻ എന്താണ് ബഡ്ജറ്റിലുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് കുത്തക വ്യവസായ മേഖലകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ ഫാക്ടറിയായ ചൈനയെ ഇന്ത്യ വെല്ലുവിളിക്കുന്നത് എങ്ങനെയാണ് എന്നറിയണ്ടേ? അത് ബാറ്ററി നിർമ്മാണ മേഖലയിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇലക്ട്രോണിക്സ്, ഊർജ്ജ മേഖല എന്നിങ്ങനെ വേണ്ട ഉൽപ്പന്നങ്ങൾ ചൈന അതിവേഗം ഉണ്ടാക്കി മുന്നേറുകയാണ്. ബാറ്ററി നിർമ്മാണ മേഖലയിലെ 3/4 ഭാഗവും ചൈന കീഴടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ മേഖലയിൽ കടുത്ത ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ഈ ബഡ്ജറ്റിൽ ക്ലീൻ ടെക് എന്ന് പറയുന്ന ഒരു പരിപാടി എൻകറേജ് ചെയ്യാനായി നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. ക്ലീൻ ടെക് എന്നാണ് ആ പരിപാടിയുടെ പേര്. ഇത് സൗരോർജ്ജ PV സെല്ലുകൾ, EV ബാറ്ററി, മോട്ടറുകൾ, കൺട്രോളറുകൾ, ഇലക്ട്രോലൈസറുകൾ, വിൻഡ് ടർബൈനുകൾ, ഹൈ വോൾട്ട് ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ്സുകൾ, ഗ്രിഡ് സോളാർ ബാറ്ററി എന്നിങ്ങനെ വിതരണ മേഖലയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ നിർമ്മാണമാണ് ഈ ക്ലീൻ ടെക്കിന് കീഴിൽ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നിർമ്മല സീതാരാമൻ പറഞ്ഞത് EV ബാറ്ററി, അതായത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബാറ്ററിയുടെ അസംസ്കൃത വസ്തുക്കൾ, അതിന് 35ലധികം അസംസ്കൃത വസ്തുക്കൾ, അതിൽ 35ലധികം അസംസ്കൃത വസ്തുക്കൾക്കും മൊബൈൽ ബാറ്ററി നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസിനും അതിൽ 28 വസ്തുക്കൾ, EV ബാറ്ററിയിലെ അസംസ്കൃത വസ്തുക്കൾ 35 എണ്ണം, മൊബൈൽ ബാറ്ററി നിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ 28 എണ്ണത്തിനും പൂർണ്ണമായും കസ്റ്റംസ് തീരുവ എടുത്തു കളയുകയാണ് ചെയ്തത്. ഇത് ബാറ്ററി നിർമ്മാണ മേഖല വിപുലീകരിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാറ്ററി നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്ത് തദ്ദേശീയമായി ഇവിടെയുള്ള ഫാക്ടറികൾക്ക് ബാറ്ററി നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ 30% അതിന്റെ ബാറ്ററിക്കാണ് കാശ് പോകുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിന്റെ വില കുറയാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഇലക്ട്രിക് വെഹിക്കിളിന് ഭീമമായ വിലയുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും പൂർണ്ണമായും ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറാത്തത് എന്നും ഒരു ആരോപണം യഥാർത്ഥത്തിലുണ്ട്. എന്തായാലും ഇത് വലിയൊരു പ്രഖ്യാപനമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 2030 500 ഗിഗാവാട്ട് ഗ്രീൻ എനർജിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിന് താപോർജ്ജം, റീയൂസ് ചെയ്യാവുന്ന ആണവ ജലവൈദ്യുതി തുടങ്ങിയവയുടെ സംയോജിതമായ ഒരു മുന്നേറ്റം വേണം. നിലവിൽ ഇതിൻ്റെയും പല കാര്യങ്ങളും നമുക്ക് ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. ഇനി അത് വേണ്ട, ഇനി ഇത് നമുക്കിവിടെ തദ്ദേശീയമായിട്ട് ചെയ്യണം എന്നും ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ നിർദ്ദേശം വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററി എന്ന് പറയുന്ന ഈ ബാറ്ററിയുടെ ആ ഒരു കുത്തക, ആ ചൈന ഭൂരിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന ആ കുത്തക ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള പല നീക്കങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ ബഡ്ജറ്റിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് തുടക്കമാണ്. പല കാര്യങ്ങളിലും ഇനി മുന്നേറേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.